നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ വിയോഗത്തിന് ശേഷം ഇനി സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ഏറെ നിർണായകമാണ്. അതായത് അജിത് പവാറിന്റെ കൂടെയുള്ള MLA മാർ BJP സഖ്യം ഉപേക്ഷിച്ച് അവർ ശരത് പവാറിനോടൊപ്പം അണിനിരക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ നേതാവായി സുപ്രിയ സദാനന്ദ് സുലെ എന്ന ബാരാമതിയുടെ MP അവർ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് ഇവരെ നയിക്കുക എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ അവരെല്ലാം ഒരു മഹാലയനത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും BJP നേതൃത്വം ഈ വിഷയത്തിനെക്കുറിച്ച് പ്രാഥമികമായി ഒരു കാര്യവും പങ്കുവച്ചിട്ടില്ല. പ്രത്യേകിച്ചും അജിത് പവാറിൻ്റെ ഈ മരണം അത് ആകസ്മികമായിരുന്നല്ലോ. അതിനകത്ത് എടുത്തു പറയേണ്ടത് ഈ ഒരു റൺവേ, അതായത് ബാരാമതിയിലെ ഒരു സ്വകാര്യ റൺവേ, അതെന്ന് പറയുന്നത് സ്വകാര്യ ജെറ്റുകളും മറ്റും ഇറങ്ങുന്ന ഒരു ചെറിയ റൺവേ ആണ്. അവിടെ ഒരു എയർപോർട്ട് സൃഷ്ടിച്ചുകൊണ്ട് ബാരാമതിയിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് പവാർ കുടുംബത്തിനും മറ്റുമൊക്കെ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഏറെ വികസനങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് അജിത് പവാർ എന്ന് പറയുമ്പോഴും കർക്കശക്കാരനായ ഒരു നേതാവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അജിത് പവാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം വോട്ടർമാരോട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല, ഞാൻ പരാജയപ്പെട്ടാൽ നിങ്ങൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുമെന്ന രീതിയിൽ വെട്ടിത്തുറന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വോട്ട് വാങ്ങിക്കുന്ന ഒരു സിസ്റ്റം അജിത് പവാർ മുൻപ് സ്വീകരിച്ചിരുന്നതായി പലപ്പോഴും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുപ്രിയ സുലേക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയ സമയത്തും അതിനുശേഷം BJPക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയ സമയത്തും ഒക്കെ BJP പാളയത്തിലെത്തിയപ്പോഴും അജിത് പവാർ തൻ്റെ സ്വതസിദ്ധമായ ശൈലി വിട്ടുപിടിച്ചിട്ടില്ല. ആ രീതി തന്നെയാണ് ശരി. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന രീതിയിൽ തന്നെയായിരുന്നു 66 വയസ്സുകാരനായ അജിത് പവാർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇതെല്ലാം വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചർച്ച. ബാരാമതിയിൽ 1991 ശേഷം നടന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോൽവി എന്താണെന്നറിയാതെ തുടർച്ചയായി ജയിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി, അതായത് കഴിഞ്ഞ 35 കൊല്ലം കാലം ആയിട്ട് ബാരാമതിയുടെ MLA ആയിരിക്കുന്ന അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അഴിമതി ആരോപണം ഉൾപ്പെടെ ശതകോടികളുടെ ആരോപണങ്ങൾ ഉൾപ്പെടെ നേരിട്ടിട്ടുണ്ട്. എന്തിനധികം പറയുന്നത്, വിമാനങ്ങൾ വാങ്ങിക്കൂട്ടിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും അദ്ദേഹം അഴിമതി ആരോപണം നേരിട്ടിട്ടുണ്ട്. മുൻപ് UPAയിൽ കേന്ദ്രമന്ത്രിയായിരുന്ന പ്രഫുൽ പട്ടേൽ മന്ത്രിയായിരുന്നപ്പോൾ അജിത് പവാർ NCPയുടെ ഉപാധ്യക്ഷനായിരുന്നപ്പോഴൊക്കെ നിരവധിയായ വിവാദ വിഷയങ്ങളൊക്കെ ആളിക്കത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഏതായാലും അജിത് പവാറിൻ്റെ ഈ മരണത്തിൽ ദുരൂഹത ഏറുകയാണ് എന്നുള്ളതാണ് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം അഭിപ്രായപ്പെടുന്നത്.